ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നസീബ് നെടിയൻ ആൻഡ് PS ഷെലിരാജ്. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആ വരവിൽ തന്നെയുള്ള സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ. അപ്പൊ കൈയ്യടി ആരും നിർത്തണ്ട, നല്ല കൈയ്യടി കൊടുക്കണം. അതായത് നമ്മള് ഏവരെയും ഒഫീഷ്യലായിട്ട് വിവേകാനന്ദന്റെ വൈറലാകുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നസീബ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. സത്യം പറഞ്ഞാൽ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്രയും മഹത് വ്യക്തികളുടെ മുമ്പിൽ ആദ്യമായിട്ടാണ്. ആക്ച്വലി ഐ എം ഫ്രം ലക്ഷദ്വീപ്. അവർ ഔദ്യോഗികമായിട്ട് അധികം സംസാരിച്ച് പരിചയമില്ല. ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷനുമാണ്. ആ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ കമൽ സാർ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറുടെ ഡയറക്ടറായിട്ട് കിട്ടിയാന്ന് മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. സത്യം പറഞ്ഞാൽ നെർവസാണ്, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. എനിവേ, ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ വർഷത്തിൽ 2 പ്രാവശ്യമാണ് മെയിനായിട്ട് വരിക. വെക്കേഷൻ ടൈമിൽ വാപ്പയ്ക്ക് അവിടെ ജനറൽ സ്റ്റോറാണ്. അപ്പോൾ അങ്ങനെ വർഷത്തിൽ വരുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന്, അവിടെ തിയേറ്ററുകളില്ല, കാരണം ലിമിറ്റഡ് പോപ്പുലേഷനാണ്. അപ്പോൾ തിയേറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള റവന്യൂ കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ അന്ന് ഞാൻ +2 പഠിക്കുന്ന ടൈമിലത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ ഹോട്ടൽസും കുറവാണ്. അപ്പോൾ പൊറോട്ട കഴിക്കാനും സിനിമ കാണാൻ വേണ്ടിയാണ് കൊച്ചിയിലേക്ക് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തിയേറ്ററുകളില്ലാത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ കമൽ സാർ എന്ന ലെജൻഡറി ഡയറക്ടറിനെ കിട്ടാന്ന് വെച്ചാൽ അത് മഹാഭാഗ്യമായിട്ട് കാണും. അതുപോലെ ഷെല്ലിച്ചേട്ടൻ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മർച്ചന്റ് നേവിയിൽ, ഖത്തർ ഓഫ് ഷോറിലായിരുന്നു. അപ്പോൾ ഷെല്ലിച്ചേട്ടനാണ് എൻ്റെ ഒരു ശക്തി എന്ന് പറയാം. അപ്പം അങ്ങനെ പിന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് വെച്ചാൽ എല്ലാവരും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, സീനിയർ ഡയറക്ടേഴ്സ്, അതുപോലെ സ്റ്റാർസ്, ടെക്നിക്കൽ ക്രൂസ്, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ഓൾ ഓൺ ദ ബിഹാഫ് ഓഫ് നെഡിയത്ത് പ്രൊഡക്ഷൻ. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എൻ്റെ ഉമ്മയും വാപ്പയായിരിക്കും. അവർ രണ്ടുപേരും ഇവിടെ ഇല്ല, അവർ ലക്ഷദ്വീപിലാണ്. അപ്പോൾ എന്തായാലും റിലീസിൻ്റെ ടൈമിൽ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷിപ്പ് കിട്ടാണെങ്കിൽ അവർ വരും. പിന്നെ അതുപോലെ നമ്മുടെ സംഘടനകൾ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുണ്ട്, സിനിമാ മേഖലയിലുള്ള എല്ലാ സംഘടനകളും. അപ്പോൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു വെരി മച്ച്. പിന്നെ അതുപോലെ ലിസ്റ്റൻ സാർ, ഞാൻ അയാളുടെ ഒരു ബിഗ് ഫാനും കൂടിയാണ്. ഇന്റർവ്യൂസ് ഒരുപാട് കാണാറുണ്ട്. ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ലിസ്റ്റൻ സാറാണ്. അപ്പോൾ ലിസ്റ്റൻ സാറിന് ഒരുപാട് താങ്ക് യു. അതുപോലെ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ഈ സിനിമയിലേക്ക് ചെയ്യുന്ന ഷൈൻ ബ്രോ, അതുപോലെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലിസ്റ്റ് നീണ്ടുപോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പോകുന്നില്ല. എനിവേ താങ്ക് യു. നെർവസ് ആയതുകൊണ്ടാണ് ഇത് സംസാരിക്കാതെ കേട്ടോ. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു. നസീം സാർ, താങ്ക് യു. പ്രത്യേകിച്ച് സാറിന് അക്ഷരിക്കേണ്ട, കാരണം ലിസ്റ്റിൻ സാറ് തൊട്ട സിനിമ ഒന്നും 100 കഴിയാണ്ടിരുന്നിട്ടില്ല, പേടിക്കേണ്ട. അതുകൊണ്ട് അത്രയും ഐശ്വര്യമുള്ള ആളാണ്. എല്ലാ സിനിമകളും ഹിറ്റാണ്, നോ ടെൻഷൻ. പിന്നെ എനിക്ക് സപ്പോർട്ട് വന്ന എൻ്റെ വൈഫും, അതുപോലെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് കമൽ സാർ, സുരേഷ് സാർ, എല്ലാവരും താങ്ക് യു. ആൻഡ് എല്ലാവരും വെൽക്കം ചെയ്യും, ഒഫീഷ്യലി വെൽക്കം ചെയ്തു. താങ്ക് യു സാർ. രണ്ടുപേർക്കും